ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡത്തിലെ 58-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. വാനരന്മാര് ദയനീയമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ഉറക്കെ സംസാരിക്കുന്ന ആ വൃദ്ധൻ കണ്ണീർ പൂണ്ടുകൊണ്ട് പറയുകയുണ്ടായി, അല്ലയോ കവീന്ദ്രരെ, ഗർഭേറിയ രാവണൻ പോരിൽ കൊന്നതായി നിങ്ങൾ പറഞ്ഞ ആ ജടായു എൻ്റെ അനുജനാണ്. വൃത്തനും ചിറകറ്റവനുമായിരിക്കും. ഞാനിത് കേട്ടിട്ടും സഹിക്കുന്നു. സഹോദരന് വേണ്ടി പകപോക്കാൻ എനിക്ക് ഇന്ന് കെൽപ്പില്ല. പണ്ട് പുരാവൃത്രവതേ വൃത്തേ സചാകം ച ജയേഷിണോ ആദിത്യമുപയാദൗ സ്വ ജ്വലന്തം രശ്മിമാലിനം. പണ്ട് വൃത്രവധാനന്തരം അവനും ഞാനും മത്സരിച്ച് കിരണങ്ങൾ കൊണ്ട് കത്തിയിരിക്കുന്ന ആദിത്യനിലെത്താനായിട്ട് ഒരുങ്ങി. ആകാശമാർഗത്തിലൂടെ ഞങ്ങൾ വട്ടം വെച്ച് പറന്ന് വേഗം വെണ്ണിലെത്തി. എന്നാൽ നട്ടുച്ച നേരത്ത് ജടായു തളർന്നുപോയി. തമകം പ്രാതരം ദൃഷ്ട്വാ സൂര്യരശ്മിഭിരർദ്ദിതം പക്ഷാഭ്യാം ജാതയാമാസ സ്നേഹാൽ പരമവിഫുല. വെയിലേറ്റ് തളർന്നുപോയ ആ സഹോദരനെ കണ്ട് ഞാൻ സ്നേഹം കൊണ്ട് പാരവശ്യത്തോടെ ചിറകുകൾ കൊണ്ട് മറച്ചു. അല്ലയോ വാഴശ്രേഷ്ഠന്മാരെ, ചിറകുകൾ കരിഞ്ഞ് വിന്ധനിൽ വന്നു വീണ് ഇവിടെ തന്നെ പാർക്കുന്ന ഞാൻ സഹോദരന്റെ സ്ഥിതിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. ജടായുസ്തേവമുക്തോ പ്രാത്ര സമ്പാദിനാ തഥാ യുവരാജോ മഹാപ്രാജ്ഞ മൃത്യുവാജാംഗതസ്തഥാ. ജടായുവിന്റെ സഹോദരനായിരിക്കുന്ന സമ്പാദി ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാപ്രാജ്ഞനും യുവരാജാവുമായിരിക്കുന്ന അംഗദൻ മറുപടിയായിട്ട് പറഞ്ഞു, ജടായുഷോ യതി ഭ്രാത ശ്രുതം ദേ ഗതിതം മയാ ആഖ്യാഹിയതി ജാനാസി നിലയം തസ്യ രക്ഷസ. നീ ജടായുവിന്റെ ജ്യേഷ്ഠനാണ് എങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടുവെങ്കിൽ ആ രക്ഷസിന്റെ പാർപ്പണം അറിയുമെങ്കിൽ പറഞ്ഞു തരുക. ദീർഘദർശനമില്ലാത്തവനും രാക്ഷസാതമനുമായിരിക്കുന്ന ആ രാവണൻ സമീപത്താകട്ടെ വിദൂരത്താകട്ടെ അറിയുമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അതോ അബ്രവീൻ മഹാതേജ ഭ്രാതാ ജ്യേഷ്ഠോ ജടായുഷ ആത്മാനുരൂപം വചനം വാനരൻ സംപ്രകർഷയൻ. വാനരന്മാർക്ക് സന്തോഷമേകിക്കൊണ്ട് തനിക്ക് അനുരൂപമായിരിക്കുന്ന വിധത്തില് ജടായുവിന്റെ ജ്യേഷ്ഠൻ പറയുകയുണ്ടായി, അല്ലയോ വാനരന്മാരെ, ഞാൻ ചിറകുവെന്ത് വീര്യം കെട്ട വൃദ്ധനാണെങ്കിലും വാക്കുകൊണ്ട് ആകട്ടെ രാമന് വലിയൊരു തുണ ചെയ്യാം. ഭരണങ്ങളായിരിക്കുന്ന ലോകങ്ങളും വിഷ്ണുവിന്റെ ത്രൈവിക്രമങ്ങളും ദേവാസുരയുദ്ധങ്ങളും അമൃത് കടഞ്ഞതുമെല്ലാം അറിയുന്നു ഞാൻ. രാമന്റെ ഈ കാര്യം ഞാൻ ആദ്യമേ ചെയ്യേണ്ടതാണ്. എന്നാൽ ജരകൊണ്ടന്റെ തേജസ് കെട്ടു, എന്റെ പ്രാണനും പോകാറായി. മേക്കോപ്പ് അടിഞ്ഞവളും അഴകുള്ളവളുമായിരിക്കുന്ന ഒരു തരുണിയെ ദുർബുദ്ധിയായിരിക്കുന്ന രാവണൻ അപഹരിക്കുന്നതിന്റെ കണ്ണിൽപ്പെട്ടു. ഘോഷന്തി രാമ രാമായി ലക്ഷ്മണേ ദിശഭാമിനി. രാമ രാമ ലക്ഷ്മണ എന്ന് അവൾ നിലവിളിച്ചിരുന്നു. ആ ഭാമിനി ആഭരണങ്ങൾ അഴിയുന്ന വിധത്തിൽ ശരീരം മുഴുവൻ കുടഞ്ഞിരുന്നു. സൂര്യപ്രഭവേ ശൈലാഗ്രേ തസ്യ കൗശേയമുത്തമം. ശൈലാഗ്രത്തിലെ സൂര്യപ്രഭ പോലെയും മേഘത്തിലെ മിന്നൽക്കൊടി പോലെയും അവളുടെ നല്ല പട്ടുവസ്ത്രം കറുത്ത രാക്ഷസനിൽ ശോഭിച്ചു. രാമനെ വിളിച്ചിരുന്നതിനാൽ അവൾ സീതയാണ് എന്ന് ഞാൻ കരുതുന്നു. ആ അരക്കന്റെ പാർപ്പടം ഞാൻ പറയാം, കേൾക്കുക. പുത്രോ വിശ്രവസാൽ സാക്ഷാൽ ഭ്രാത വൈശ്രവണസ്യ ച അത്യാസ്തേ നഗരീം ലങ്കാം രാവണോ നാമരാക്ഷസ. വിശ്രവസന്റെ പുത്രനും സാക്ഷാൽ വൈശ്രവണന്റെ സഹോദരനുമായിരിക്കുന്ന രാവണൻ എന്ന് പറയുന്ന രാക്ഷസൻ ലങ്കാനഗരത്തില് വാഴുന്നു. ഇവിടെ നിന്ന് 100 കാതം അകലെയുള്ള ഒരു ദ്വീപില് വിശ്വകർമാവ് നിർമ്മിച്ചതാണ് രമ്യമായ ലങ്കാപുരി. തങ്കത്തിണ്ണകളും ചിത്രങ്ങളായ പൊൻപടി വാതിലുകളും സൂര്യാപമായിരിക്കുന്ന വന്മതിലും ചുഴന്നതും മനോരവുമാണ് അത്. പട്ടുവസ്ത്രമെടുത്ത സീത ആർത്തയായിട്ട് അവിടെ പറക്കുന്നുണ്ട്. രാവണന്റെ അന്തഃപുരത്തിൽ രാവണ അന്തഃപുരേരുദ്ധ രാക്ഷസീഭി സുരക്ഷിത ജനകസ്യാത്മജാസ്യാം രക്ഷിത മൈഥിലി. അന്തഃപുരത്തിലെ രാക്ഷസികളുടെ സംരക്ഷണത്തിൽ അവള് കഴിയുന്നു. ജനകരാജാവിന്റെ പുത്രിയായ സീതയെ നിങ്ങൾ അവിടെ കണ്ടെത്തും. നാലുപാട് സമുദ്രത്താൽ സംരക്ഷിക്കപ്പെടുന്ന ലങ്കയില് 100 കാതം തികച്ചും പോയി സമുദ്രത്തിന്റെ അപ്പുറത്ത് തെക്കേക്കരയിൽ ചെന്നാൽ നിങ്ങൾ രാവണനെ കണ്ടെത്തും. കവീന്ദ്രന്മാരെ, നിങ്ങൾ അങ്ങോട്ട് തന്നെ വേഗം പോകുക. ഞാൻ നാനാദൃഷ്ടിയാലെ ദർശിക്കുന്നു, നിങ്ങൾ സീതയെ കണ്ട് തിരിച്ചു വരും. ഒന്നാമത്തെ വഴി കുരുവികൾക്കും മറ്റു ധാന്യജീവികൾക്കുമുള്ളതാണ്. രണ്ടാമത്തേത് കാക്കകളുടെയും വൃക്ഷക്കായകൾ തിന്നുന്നവരുടേതുമാണ്. മൂന്നാമത്തതിലൂടെ ഭാസങ്ങളും ക്രൗചങ്ങളും കുരകങ്ങളും അണയുന്നു. നാലാമത്തതിലൂടെ പരന്തുകളും അഞ്ചാമത്തതിലൂടെ കഴുകന്മാരും പോകുന്നു. നാലാമത്തതിലൂടെ പരന്തുകളും അഞ്ചാമത്തിലൂടെ കഴുകന്മാരും പോകുന്നു. ബലവിരാട്ടന്മാരും
രൂപയൗവനങ്ങൾ തികഞ്ഞവരുമായിരിക്കുന്ന രേഞ്ഞങ്ങൾ ആറാം വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അതിനപ്പുറത്ത് വൈനതേയന്റെ വഴിയാണ്. കവിതരന്മാരെ, ഞങ്ങളെല്ലാവരും വൈനതേയനിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. ദർഹിതന്തു കൃതം കർമ്മ ഏനാസ്മാ പിശുദാശിന. ചീത്തയായിരിക്കുന്ന പ്രവൃത്തി ചെയ്ത പിശുദാസനില്ല. എന്റെ അനുജനോട് ചെയ്ത വൈരത്തിന് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് രാവണനെയും സീതയെയും കാണുന്നുണ്ട്. ഞങ്ങൾക്കും ഗരുഡനെ പോലെ ദിവ്യമായ ദർശന ശക്തിയുണ്ട്. മാടന്മാരെ, അതിനാൽ ഞങ്ങൾക്ക് സ്വഭാവത്താലും ആഹാരവീര്യത്താലും നുറിയോജനയ്ക്ക് അപ്പുറം വരെ എപ്പോഴും കാണാം. സ്വതവേ ഞങ്ങൾക്ക് വളരെ ദൂരത്തിലാണ് ആഹാരം കൽപ്പിച്ചിട്ടുള്ളത്. കാൽക്കീഴിൽ തന്നെ ആഹാരം കൽപ്പിച്ചിട്ടുള്ളത് കോഴികൾക്കാണ്. കടൽ കടക്കാനുള്ള കൗശലം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. വൈദേഹിയെ ചെന്ന് കണ്ട് കാര്യം നേടി തിരിച്ചു വരിക. എന്നെ നിങ്ങൾ വരുണാലയമായിരിക്കും സമുദ്രത്തിൽ കൊണ്ടുപോകണം. ഞാന് സ്വർഗം പോകിയ മഹാത്മാവായ സഹോദരന് ഉദകം നൽകട്ടെ. തപോ നീത്വാതുതം ദേശം തീരേ നദീപതേഹം നിർദഗ്ധപക്ഷം സമ്പാദ്യം മാനരാസുമൗജസ. ശക്തിശാലികളായിരിക്കുന്ന വാനരന്മാര് ചിറകുകൾ കരിഞ്ഞുപോയ സമ്പാദിയെ ആ സമുദ്രത്തിന് തീരത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് വീണ്ടും ആ പതകേശ്വരനെ സ്വസ്ഥാനത്തേക്ക് തിരിച്ച് എത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ സമ്പാദി എന്ന് പറയുന്ന ആ പക്ഷിശ്രേഷ്ഠനിൽ നിന്ന് ലങ്കയെ പറ്റിയിട്ട്, രാവണനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ആ കവീശ്വരന്മാർക്ക് സാധ്യമായി എന്ന് ഈ സർഗത്തിലൂടെ വ്യക്തമാക്കുന്നു. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.